കെ.എസ്.ആർ.ടി.സിയിൽ ഇനി ഡ്യൂട്ടി ഷെഡ്യൂളുകളും ബസ്സുകളുടെ യാത്രാ വിവരങ്ങളും ശേഖരിക്കുന്നത് AI സാങ്കേതിക വിദ്യ വഴി. സർവീസുകളുടെ യാത്രാ വിവരങ്ങൾ ഓൺലൈനായി ശേഖരിച്ച് കെ.എസ്.ആർ.ടി.സിയുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഞങ്ങളുടെ റിപ്പോർട്ടർ നൃപൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യയിലെ മറ്റ് RTCകളുടെ മുന്നിലേക്ക് കെ.എസ്.ആർ.ടി.സി കയറുകയാണ്. എല്ലാ രംഗത്തും ടോട്ടൽ ഡിജിറ്റലൈസേഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എക്സ്പോയോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്ത ടോട്ടൽ ഡിജിറ്റലൈസേഷൻ ഏതാണ്ട് പൂർത്തിയാകുകയാണ്. നമ്മുടെ KSRTC പഴയ KSRTC ഇല്ല, സമ്പൂർണ്ണമായ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഡിജിറ്റൽ സംവിധാനം, അതായത് ഷെഡ്യൂൾ അടക്കം ഇനി ക്രമീകരിക്കുന്നത് AI സാങ്കേതികവിദ്യയോടുകൂടി കൺട്രോൾ റൂമിൽ നിന്ന് നേരിട്ട് തയ്യാറാക്കാനാവും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് വകുപ്പ് മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ തന്നെ ആ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഉള്ളത് ചീഫ് ഓഫീസിലുള്ള കൺട്രോൾ റൂമിലാണ്. ഇവിടെ സാങ്കേതിക വിദ്യയിലൂടെ തന്നെ നമുക്ക് ഷെഡ്യൂൾ അടക്കം KSRTCക്ക് ക്രമീകരിക്കാൻ കഴിയുമെന്നതാണ്. ഏകദേശം 5000-ഓളം ബസ്സുകളാണ് KSRTCക്കുള്ളത്. ഏകദേശം 4000-ഓളം സർവീസുകൾ ദിനം പ്രതി നടത്തുന്ന KSRTC ഡിപ്പാർട്ട്മെൻറ്റിന് ഇനി ഈ സാങ്കേതിക വിദ്യയോടുകൂടി തന്നെ ബസ്സുകളുടെ ഷെഡ്യൂളുകൾ ക്രമീകരിക്കാനാകും. KSRTCയുടെ CMD തന്നെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതെങ്ങനെയാണ് അത് മാറാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാദ്യമായിട്ട് നമ്മൾ ഓപ്പറേഷനെ സംബന്ധിച്ച് പറയാം. അതാണല്ലോ KSRTCയുടെ ഡെയിലി ഉള്ള വരുമാനവും അല്ലെങ്കിൽ വരുമാന നഷ്ടത്തിൻ്റെ അളവുകോൽ നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ഈ സോഫ്റ്റ്വെയർ AI അധിഷ്ഠിതമായ രീതിയിലുള്ള ഈ ഓപ്പറേഷൻ, അതിൻ്റെ ഓരോ പെർഫോമൻസ് പാരാമീറ്റേഴ്സും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മോണിറ്റർ ചെയ്യാം. ലൈവ് മാപ്പിംഗ് വഴി നമ്മൾ ഓരോ ബസ്സുകളുടെയും മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യാൻ കഴിയും. അതേപോലെ KSRTCയുടെ ഒരേ ക്ലാസ്, ഒരേ ശ്രേണിയിൽപ്പെട്ട ബസ്സുകൾ ഒരേ സമയത്ത് കാണുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാം. ബെഞ്ചിങ് എന്ന് പറയുന്ന ആ ഫിനോമിന നമ്മൾ പ്രോപ്പറായിട്ട് അറിയാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു അലേർട്ട് സിസ്റ്റം റിയൽ ടൈം ആയിട്ട് തന്നെ നമ്മുടെ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതിനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം ഈ AI അധിഷ്ഠിതമായ രീതിയിലുള്ള ഈ ഡിജിറ്റൽ ടിക്കറ്റിംഗ് സംവിധാനത്തിൽ കൊണ്ടുവന്നത്. ഇതിൽ തന്നെ ഓരോ ഡേറ്റ എൻട്രി അതിനനുസരിച്ചിട്ട് ഇപ്പോൾ തന്നെ എത്രയാണ് വരുന്ന എമൗണ്ട്, എത്രയാണ്, എത്ര ടിക്കറ്റ് വിറ്റുപോയി, എത്ര പാസ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റൂട്ടിൽ എത്രയാണ് കിടുന്ന പാസഞ്ചേഴ്സിൻ്റെ എണ്ണം എത്രയാണ്, ഇത് വെച്ചിട്ടുള്ള ഒരു ഡിമാൻഡ് അനാലിസിസ് കൂടി ഇതുവഴി പോസിബിളാണ്. നമുക്ക് ഈ തിരിച്ചുള്ള അലർട്ട് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ബസ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ബസ് മൂവ് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒന്നിലധികം കോൺവേ അടിസ്ഥാനത്തിൽ തുടർച്ചയായി ബസ് വരും. അപ്പോൾ വരുമാനത്തിൻ്റെ കുറവ് വരും. കൂടുതൽ ബസ്സുകൾ ഈ സീറ്റ് ഒഴിവായി പോകുമ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഡ്രൈവറുമായിട്ട് എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും? ഡ്രൈവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു ആപ്പ് വഴിയോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ മൊബൈൽ ഫോണോ, അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റോ, ഏത് വഴിയോ, ഒരു അലാമിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ അവരെ അലേർട്ടാക്കുന്ന ഒരു സിസ്റ്റം വഴിയോ, ഏത് വഴിയോ കമ്മ്യൂണിക്കേറ്റ്. പലയിടങ്ങളിലും നഷ്ടത്തിലായിരിക്കും ചില റൂട്ടുകൾ ഓടുന്നത്. അത് ചില സമയങ്ങളിൽ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. അതിനനുസരിച്ച് നമുക്കത് പുനഃക്രമീകരിച്ചുകൊണ്ട് ശരിക്കും പബ്ലിക്കിനും വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്നുള്ളതാണ്. കാരണം ആ സ്ഥലങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ ഓടിക്കാനും KSRTC സംബന്ധിച്ചായാലും അതൊരു നല്ല കാര്യമാണ്. തീർച്ചയായും KSRTCയുടെ CMD ആണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമാക്കിയത്. സാധാരണ പൊതുജനത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് KSRTCയിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? ഒന്ന്, KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ യാത്രക്കാർക്ക് വളരെ സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുക, അവർക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാതെ KSRTC ബസ്സുകളിൽ സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നതാണ്. അതുകൊണ്ട് KSRTC ഒരു നിർണായകമായ ചുവടുവയ്പ്പാണ് ഇന്ന് നടത്തിയത്. ഉദ്യോഗസ്ഥരെ നമുക്ക് പിന്നിൽ കാണാം. ഈ സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ മോണിറ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഈ 5000-ഓളം വരുന്ന KSRTCയുടെ ബസ്സുകൾ, സർവീസുകൾ, 4000-ഓളം വരുന്ന സർവീസുകൾ ഡെയിലി തന്നെ പ്രതിദിനം സർവീസ് നടത്തുന്നുവെന്നാണ് KSRTC കണക്കിൽ പറയുന്നത്. അതിൻ്റെ വരുമാനത്തിൻ്റെ വർധനവ് എങ്ങനെയാണ് കണക്കിലാക്കുക, ഒപ്പം തന്നെ ഓരോ ഷെഡ്യൂളുകളും ക്രമീകരിക്കാനുള്ള സാങ്കേതികവിദ്യ, AI സാങ്കേതികവിദ്യയിലേക്ക് നമ്മുടെ KSRTC, നമ്മുടെ ആനവണ്ടി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ക്യാമറാമാൻ അജിത് കുമാർ കാരോടിനൊപ്പം നിർവൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.